പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെ മുടക്ക് ആണോ മലങ്കരയിലെ കാതോലിക്ക സ്ഥാപനത്തിന്റെ കാരണം? പരിശുദ്ധ അബ്ദേദ് മശിഹ കാനോനിക പാത്രികീസ് ആയിരുന്നു. പരിശുദ്ധ പൗലോസ് പ്രഥമൻ കാതോലിക്കായുടെ സ്ഥാനം സാധുവാണോ? മലങ്കര സഭയിലെ കക്ഷി വഴക്കിന് കാരണം എന്ത്? അത് എത്രത്തോളം സഭയെ ബാധിച്ചു? മാർ ഇവാനിയോസിന്റെ നേതൃത്വത്തിൽ നടന്ന കത്തോലിക്ക ഐക്യം മലങ്കര സഭയിൽ ചെലുത്തിയ സ്വാധീനം എത്രമാത്രം? സഭാ ഭരണഘടനയ്ക്ക് മലങ്കര സഭാഭരണത്തിൽ എത്രമാത്രം പ്രാധാന്യം ഉണ്ട്? 1958 സഭയിൽ സമാധാനം ഉണ്ടായത് എപ്രകാരം? 1970-75 കാലഘട്ടത്തിൽ സഭയിൽ വീണ്ടും പിളർപ്പുണ്ടാകാൻ കാരണമെന്ത്? 1995 സുപ്രീം കോടതി വിധി എന്തായിരുന്നു? 2002 മലങ്കര അസോസിയേഷൻ കൂടാനുണ്ടായ സാഹചര്യം എന്ത്? ഇടവക പള്ളികൾ സ്വതന്ത്രമാണോ? മലങ്കരയിലെ കാതോലിക്കേറ്റ് നിലവിൽ വന്നതിന് 2 തരം കാരണങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന പല സഭകളും കാലക്രമേണ കാതോലിക്കായോ പാത്രീർക്കീസോ തലവനായുള്ള സഭകളായി മാറി. ശ്ലൈഹിക പാരമ്പര്യത്തെക്കുറിച്ചുള്ള അവബോധവും സ്വാതന്ത്ര്യബോധവും 2 സഹസ്രാബ്ദത്തിനടുത്തുള്ള പഴക്കവും കാതോലിക്കേറ്റ് അനിവാര്യമാക്കി തീർത്തു. 1653 നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം സമ്പൂർണതയിൽ എത്തുന്നതിന് സ്വതന്ത്ര കാതോലിക്കേറ്റ് നിലവിൽ വരേണ്ടത് ആവശ്യമാണെന്ന ചിന്ത മലങ്കര നസ്രാണികൾക്കുണ്ടായി. ഇപ്രകാരമുള്ള ബോധ്യത്തിൽ കഴിഞ്ഞിരുന്ന സഭാമക്കളുടെ സ്വാതന്ത്ര്യബോധത്തെ പെട്ടെന്ന് തട്ടിയുണർത്തിയ സംഭവങ്ങളായിരുന്നു പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് മലങ്കര സഭയിൽ നടത്തിയ ഭദ്രാസന രൂപീകരണവും അധിനിവേശ ശ്രമങ്ങളും, അവസാനമായി പരിശുദ്ധ അബ്ദുള്ള പാത്രീർക്കീസ് പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ മുടക്കിയതും എല്ലാം. പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേദ് മശിഹ പാത്രീർക്കീസ് അന്ത്യോക്യൻ പാത്രീർക്കീസായി തുടരുമ്പോൾ അന്ത്യോക്യൻ സഭയിൽ നിന്നും കത്തോലിക്ക സഭയിലേക്ക് പോയ അബ്ദുള്ള മാർ ഗ്രിഗോറിയോസ് എന്ന മെത്രാപ്പോലിത്ത തുർക്കി സുൽത്താനെ സ്വാധീനിച്ച് പരിശുദ്ധ അബ്ദേദ് മശിഹ പാത്രീർക്കീസിന് നൽകിയിരുന്ന അധികാരപത്രമായ ഫർമാൻ പിൻവലിപ്പിച്ചു. തുടർന്ന് അന്ത്യോക്യൻ സഭയിലേക്ക് തിരിച്ചുവന്ന അബ്ദുള്ള മാർ ഗ്രിഗോറിയോസ് തനിക്ക് അനുകൂലമായി സുൽത്താനെ കൊണ്ട് ഫർമാൻ പുറപ്പെടുവിപ്പിച്ചു. തുർക്കി സുൽത്താന്റെ അധികാരപത്രം തുർക്കിയിൽ ഭൗതിക ഭരണം നിർവഹിക്കാൻ ആവശ്യമായ രേഖയാണ്. അത് പിൻവലിച്ചാലും ഒരു പാത്രിയർക്കീസിന് തുർക്കിയിലോ തുർക്കിക്ക് പുറത്തോ ആത്മീയ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് തന്നെ മലങ്കര സഭ ഐകകണ്ഠേന കാതോലിക്ക സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്ത് പരിശുദ്ധ അബ്ദേദ് മശിഹ പാത്രീർക്കീസിന്റെ സാന്നിധ്യത്തിൽ മലങ്കര സഭാപിതാക്കന്മാർ വാഴിച്ച പൗലോസ് മാർ ഇവാനിയോസിനെ കാതോലിക്കയായി സ്ഥാനാരോഹണം നടത്തിയത് സാധുവാണ്. വട്ടശ്ശേരിൽ തിരുമേനിയുടെ കാലശേഷം 1934 കോട്ടയത്ത് നടന്ന അസോസിയേഷൻ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായി മലങ്കര മെത്രാപ്പോലിത്ത ആയി തെരഞ്ഞെടുക്കുകയും മലങ്കര സഭാഭരണഘടന പാസാക്കുകയും ചെയ്തു. 1935 കരിങ്ങാച്ചിറയിൽ പാത്രീർക്കീസ് കക്ഷിക്കാർ യോഗം കൂടി മാർ അത്താനാസിയോസിനെ മലങ്കര മെത്രാപ്പോലിത്തയായി തെരഞ്ഞെടുത്തു. 1938 പാത്രീർക്കീസ് ഭാഗത്തെ 3 ട്രസ്റ്റികളും ചേർന്ന് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവായ്ക്കും കൂട്ടു ട്രസ്റ്റികൾക്കും എതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ ആരംഭിച്ച കേസിനാണ് 1958 സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. അന്ത്യോക്യ പാത്രീർക്കീസുമാരുടെ അധികാര പ്രമത്തതയും മലങ്കര സഭാ അംഗങ്ങളായ ചിലരുടെ വ്യക്തി വൈരാഗ്യവുമാണ് മലങ്കര സഭയെ കക്ഷിവഴക്കിലേക്ക് വലിച്ചിഴച്ചത്. സഭയുടെ വളർച്ചയെ ദോഷകരമായി ബാധിച്ച കേസ് മുഖേന നിരവധി ദേവാലയങ്ങൾ ഇപ്പോഴും അടച്ച് പൂട്ടിക്കിടക്കുന്നു. കോടിക്കണക്കിന് പണം വക്കീലന്മാർക്ക് ഫീസിനത്തിൽ നൽകപ്പെട്ടു. നിരവധി ആളുകൾ ജീവൻ ബലിയർപ്പിച്ചു.
മലങ്കര മെത്രാപ്പോലീത്ത പരിശുദ്ധ ദീവന്നാസ്യോസിന്റെ നിർദ്ദേശപ്രകാരം മലങ്കര സഭയുടെ ധനം ചെലവഴിച്ച് സ്ഥാപിച്ച ബഥനി പ്രസ്ഥാനത്തിന്റെ സ്വത്തുക്കളും പലപ്പോഴായി അജമോഷണത്തിലൂടെ നിരവധി വിശ്വാസികളെയും മാർ ഈവാനിയോസ് സ്ഥാപിച്ച മലങ്കര കത്തോലിക്ക സഭ മലങ്കര സഭയിൽ നിന്നും കൊണ്ടുപോയി. 1934 പാസാക്കിയ സഭാ ഭരണഘടന സഭയുടെ വിവിധ മേഖലകളുടെ സുഗമമായ ഭരണനിർവഹണത്തിനുള്ള മാർഗരേഖയാണ്. സഭയെ സംബന്ധിച്ച നിർവചനം ഇടവക, മെത്രാസന ഇടവക, മലങ്കര മഹാ ഇടവക, കാതോലിക്ക, പാത്രിയർക്കീസ്, എപ്പിസ്കോപ്പൽ സുനഹദോസ്, ആശ്രമങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1958 സുപ്രീം കോടതിയിൽ നിന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായി. അതേ തുടർന്ന് ഓർത്തഡോക്സ് സഭയും ബാവാ കക്ഷികളുമായി ചർച്ചകൾ നടത്തുകയും പാത്രിയർക്കീസും കാതോലിക്കായും പരസ്പരം സ്വീകരണ കൽപ്പനകൾ നൽകി പാത്രിയർക്കീസ് നിരുപാധികം കാതോലിക്കായെ സ്വീകരിച്ചപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ച ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണ് കാതോലിക്ക പാത്രിയർക്കീസിനെ സ്വീകരിച്ചത്. 1970 ആയപ്പോൾ സഭയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉടലെടുത്തു. മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യവും സിംഹാസനവും നിഷേധിച്ചുകൊണ്ട് പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് കൽപ്പന അയച്ചതോടെ മലങ്കരയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. 1973 മലങ്കരയിൽ ഉണ്ടായിരുന്ന അപ്രീം ആബൂതി റംബാനെ പാത്രിയർക്കീസ് വിളിപ്പിച്ച് മാർ തീമോത്തിയോസ് എന്ന പേരിൽ പാത്രിയർക്കീസിന്റെ പ്രതിനിധിയായി മലങ്കരയിലേക്ക് അയച്ചത് മലങ്കര നസ്രാണികളുടെ ഇടയിൽ വൻ എതിർപ്പിന് കാരണമായി. തുടർന്ന് പെരുമ്പള്ളി ഗീവർഗീസ് കത്തനാരും, പിന്നീട് മാർ ഗ്രിഗോറിയോസ്, ചെറുവള്ളിൽ തോമസ് കത്തനാരും, പിന്നീട് തോമസ് പ്രഥമൻ ഉൾപ്പെടെ 4 പേർ മലങ്കര സഭാ സുന്നഹദോസിന്റെയോ അസോസിയേഷന്റെയോ അറിവോ സമ്മതമോ കൂടാതെ അന്ത്യോക്യയിൽ പോയി മെത്രാന്മാരായി മടങ്ങിയെത്തി. സുപ്രീം കോടതി അംഗീകരിച്ച സഭാ ഭരണഘടനയ്ക്കും 1958 സുപ്രീം കോടതി വിധിക്കും വിരുദ്ധമായി മേൽപ്പെട്ട സ്ഥാനമേറ്റ ഇവർ ദേവാലയങ്ങളിൽ കയറുന്നത് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക കോട്ടയം മുൻസിഫ് കോടതിയിൽ കൊടുത്ത കേസാണ് രണ്ടാം സമുദായ കേസിന്റെ തുടക്കം. 1975 മലങ്കര സഭയുടെ അറിവോ അനുവാദമോ കൂടാതെ പൗലോസ് മാർ പീലക്സീനോസ് മെത്രാപ്പോലിത്തായെ ശ്രേഷ്ഠ കാതോലിക്കായായി പൗലോസ് ദ്വിതീയൻ എന്ന പേരിൽ പാത്രിയർക്കീസ് വാഴിച്ചു. അതോടെ സഭാ സ്പർദ്ധ പൂർണ്ണതയിലെത്തി. മുൻ കോടതി വിധികളെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി 1995 ഇപ്രകാരം സഭാ കേസിൽ തീരുമാനമുണ്ടാക്കി. അന്ത്യോക്യൻ പാത്രിയർക്കീസിന് മലങ്കര സഭയിൽ യാതൊരു ലൗകിക അധികാരവും ഇല്ല. ഭരണഘടന അനുസൃതമായി കാതോലിക്കോസിന് അന്ത്യോക്യ പാത്രിയർക്കീസിനുള്ള ആത്മീയ അധികാരം നിർവഹിക്കാം. പൗരസ്ത്യ സുവിശേഷ സമാജത്തിന്റെ പള്ളികളും സിംഹാസന പള്ളികളും ഒഴിച്ചുള്ള എല്ലാ പള്ളികളും 1934 ഭരണഘടന അനുസരിച്ച് മലങ്കര അസോസിയേഷന്റെ അധികാരത്തിന് കീഴിലാണ്. സഭാ ഭരണഘടനയുടെ 71 വകുപ്പിൽ അസോസിയേഷൻ അംഗങ്ങളെ എടുക്കുന്നത് പ്രാതിനിധ്യ സ്വഭാവപ്രകാരം അല്ല എന്ന പാത്രിയർക്കീസ് കക്ഷി ഉയർത്തിയ തടസ്സവാദത്തെ തുടർന്ന് പ്രാതിനിധ്യ സ്വഭാവമുള്ള അസോസിയേഷൻ തന്റെ തെരഞ്ഞെടുപ്പ് അംഗീകരിക്കുന്നതിന് താൻ അനുകൂലമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് 2002 പരുമലയിൽ അസോസിയേഷൻ വിളിച്ചുകൂട്ടി. മലങ്കരയിലെ ഇടവക പള്ളികൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധിവരെ സ്വതന്ത്രമാണ്. എന്നാൽ നടപടികൾക്ക് ഭദ്രാസന മെത്രാപ്പോലീത്തായുടെ അംഗീകാരം ആവശ്യമാണ്. ഒരു ഫെഡറൽ വ്യവസ്ഥയുടെ ഭാഗമായാണ്
മലങ്കര സഭയിലെ ഇടവക പള്ളികൾ നിലകൊള്ളുന്നത്. തന്മൂലം സഭ വിട്ട് പുറത്തു പോകുന്നതിനുള്ള അധികാരം ഇടവക പള്ളികൾക്കില്ല.